السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. ഡിബേറ്റ് ഗ്രൂപ്പിലെ സത്യാന്വേഷികളെ, ഞാൻ മുകളിൽ വ്യക്തമാക്കിയതുപോലെ ഇന്നലെ സഹോദരൻ ജാബിർ എന്ന സഹോദരൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഇവിടെ മറുപടി നൽകുകയുണ്ടായി. ഏതായാലും ചില കാര്യങ്ങൾ ഈ വിനീതൻ ഇവിടെ മറുപടി എന്ന നിലയിൽ പറയുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഈ ടാഗ് ചെയ്ത ഉപചോദ്യത്തിൽ ശംസുദ്ദീൻ മൗലവി സാഹിബിൻ്റെ വോയിസിനെ മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം ജിഹാദിനെ ദുർബലപ്പെടുത്തി എന്ന രൂപത്തിലുള്ള സങ്കല്പത്തെയും തെറ്റായ ധാരണകളെയും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി ടാഗ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ സഹോദരൻ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 2-3 ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ആ 2-3 ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുകയില്ല. അതായത് ജിഹാദിനെ ദുർബലപ്പെടുത്തി ഇനി ഒരാവശ്യം വരുമ്പോൾ രണ്ടാമത് ജിഹാദ് സ്ഥാപിക്കാൻ ഒരു നബി വരേണ്ടതില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം എവിടെയും ജിഹാദ് ദുർബലപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനം ഒരു വള്ളിയോ പുള്ളിയോ മാറ്റുവാനല്ല വഖ്ദത്ത് മസീഹ് അലൈഹിസ്സലാം വന്നിട്ടുള്ളത് എന്ന് അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച ബാലപാഠം അറിയുന്നവർക്ക് സുവ്യക്തമായ കാര്യമാണ്. അദ്ദേഹം തൻ്റെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം അതെടുത്ത് ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ഇവിടെ നബി തിരുമേനിയുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖ്ദത്ത് മസീഹ് അലൈഹിസ്സലാമിൻ്റെ ആഗമനം ഉണ്ടായിട്ടുള്ളത്. ആ നബി തിരുമേനി വഖ്ദത്ത് മസീഹിൻ്റെ ദൗത്യമായി ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് യളഹുൽ ഹർബ്, യുദ്ധം നൃത്തം ചെയ്യപ്പെടും. ആ കാലത്ത് മതത്തിൻ്റെ പേരിലുള്ള യുദ്ധം ഉണ്ടാവുകയില്ല, അത്തരത്തിലുള്ള ഒരു കാലഘട്ടമായിരിക്കുകയില്ല. അതുപോലെ ജിഹാദിനെ തെറ്റായി മനസ്സിലാക്കി മതയുദ്ധം എന്ന നിലയിൽ സങ്കല്പിച്ചു വെച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ തെറ്റായ ധാരണകളെ അദ്ദേഹം തിരുത്തുന്നതാണ്. ഇതെല്ലാമാണ് പ്രസ്തുത ഹദീസിൻ്റെ താല്പര്യമെന്ന് വഖ്ദത്ത് മസീഹ് അലൈഹിസ്സലാം തൻ്റെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിമീങ്ങൾ അറുത്തിടപ്പെടുകയുണ്ടായി. അതികഠിനമായ പീഡനങ്ങൾക്ക് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ശിഷ്യന്മാരും വിധേയമായത് ഈ ഒരു ദൗത്യത്തിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണത്താലായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹവുമായിട്ട് നബി തിരുമേനി 13 വർഷക്കാലം സഹിഷ്ണുതയോടുകൂടി മക്കയിൽ നിവസിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലൊന്നും തന്നെ പ്രതിരോധ യുദ്ധത്തിന് പോലും പ്രവാചക തിരുമേനി തുനിയുക ഉണ്ടായിട്ടില്ല. നമുക്കറിയാം അമ്മാറിൻ്റെയും യാസിറിൻ്റെയും സുമയ്യയുടെയും എല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും എല്ലാം ത്യാഗങ്ങളുടെ കഥ. ഈ ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുകയും ഒരു കാലം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ ഒരു കാലത്തെപ്പറ്റി നബി തിരുമേനി അവർക്ക് സുവിശേഷം നൽകി എന്നല്ലാതെ ആ മക്കയിലെ വ്യവസ്ഥിതിയുടെ കീഴിൽ നബി തിരുമേനി യുദ്ധത്തിന് തുനിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മദീനയിലേക്ക് പ്രവാചക തിരുമേനി ഹിജ്റത്ത് ചെയ്യുന്നു. അവിടെ ഒരു ഇസ്ലാമിക രാജ്യം, അന്നത്തെ ഒരു സമ്പ്രദായം അനുസരിച്ചുള്ള ഒരു ഭരണവ്യവസ്ഥിതി സ്ഥാപിക്കപ്പെടുന്നു. ഈ ഭരണവ്യവസ്ഥിതിயின் കീഴിൽ നിലനിൽക്കെ തന്നെ ആ പ്രവാചകരെയും ശിഷ്യന്മാരെയും ആക്രമിക്കുവാൻ വേണ്ടി മദീനയ്ക്ക് നേരെ പടയൊരുക്കി നടത്തിയ മക്ക നിവാസികളുമായി മദീനയുടെ ഭരണാധികാരി എന്ന നിലക്ക് കൂടിയാണ് നബി തിരുമേനി പ്രതിരോധ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇവിടെ വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടം ഈ ആധുനികമായ കാലഘട്ടത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ, മതത്തിന്റെ പേരിൽ നമ്മളോട് യുദ്ധം ചെയ്യാത്ത ആളുകളോട് നാം എങ്ങനെ വാളെടുക്കുമെന്ന് വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ സമൂഹത്തെ, വിശിഷ്യ മുസ്ലിം പണ്ഡിതന്മാരെയും സാധാരണ ജനങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഈ കാലഘട്ടം നമ്മളെ വിശ്വാസത്തിന്റെ പേരിൽ നമ്മളോട് ആരും യുദ്ധം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് യുദ്ധം ചെയ്യാത്തവരോട് നാം എങ്ങനെ യുദ്ധം ചെയ്യും? ഈ കാലഘട്ടത്തിൽ പേനയും നാവുമാണ് ഇസ്ലാമിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ശത്രു പേനയെടുക്കുമ്പോൾ നാം എങ്ങനെ വാളെടുക്കുമെന്ന് അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ എടുത്ത് ചോദിക്കുകയും മുസ്ലിം ലോകത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ചുരുക്കത്തിൽ ഈ കാലഘട്ടത്തിൽ മതയുദ്ധത്തിന്റെ ആവശ്യകത ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. പിന്നീട് ഒരു വലിയ തെറ്റിദ്ധാരണ അദ്ദേഹം തിരുത്തി. രാഷ്ട്രീയമായ ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങൾ ഒരിക്കലും ഇസ്ലാമിക ദൃഷ്ടിയായുള്ള യുദ്ധമാവുകയില്ല. ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഭരണകൂടം മുസ്ലിമീങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരിൽ ഇസ്ലാമിക ദൃഷ്ടിയായുള്ള ജിഹാദ്, യുദ്ധം ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സാധാരണ ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ജിഹാദിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് കാഫിറുകളെ, അവിശ്വാസികളെ വധിക്കൽ പുണ്യകർമ്മമാണ്, ജിഹാദിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പൈശാചികമായ കൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം തൻ്റെ ജിഹാദ് എന്ന പുസ്തകത്തിൽ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പഠാൻ വംശജരായ നിരക്ഷരരും പാവങ്ങളുമായ മുസ്ലിം ബഹുജനങ്ങൾ ജിഹാദിനെ തെറ്റായി മനസ്സിലാക്കി അവർ ചെയ്ത വേദനാജനകമായ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് വലിയ തരത്തിലുള്ള കളങ്കം ചാർത്തപ്പെട്ടുകയുണ്ടായി. അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഭരണവ്യവസ്ഥിതിയുടെ കീഴിൽ നിന്നുകൊണ്ട് ആ ഭരണകൂടത്തിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങളും നിയമലംഘനങ്ങളും എല്ലാം തന്നെ ഇസ്ലാമിക ജിഹാദാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് രാജ്യത്ത് വലിയ വിധത്തിലുള്ള രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ഭാവിയിലും ഭയാനകമായ തരത്തിൽ ലോകത്ത് ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു തെറ്റിദ്ധാരണ വലിയ പ്രശ്നങ്ങൾക്കും കുഴപ്പങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങളുടെ ഛിദ്രതക്കും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ ദാരുണമായ മരണത്തിനുമെല്ലാം ഇടയാകുന്ന ഒരു മഹാദുരന്തം വരാനിരിക്കുന്നു എന്ന് അറിയാവുന്ന അള്ളാഹു ആ വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം മുഖേന ഈ തെറ്റായ വിശ്വാസത്തിന്റെ വേരറുക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചക തിരുമേനിയുടെ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദെ അക്ബർ, ജിഹാദെ കബീർ, ജിഹാദെ അസ്ഗർ. അപ്പോൾ ഏറ്റവും ചെറിയ ജിഹാദായിട്ടാണ് ശത്രുക്കളുമായിട്ടുള്ള കായികമായ യുദ്ധത്തെ നബി തിരുമേനി പഠിപ്പിച്ചത്. ജിഹാദെ അക്ബർ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണെന്ന് നബി തിരുമേനി പഠിപ്പിച്ചു. ഒരു യുദ്ധം കഴിഞ്ഞ് നബി തിരുമേനിയും സഹാബാക്കളും നമസ്കാരത്തിന് വേണ്ടി സഫ് റെഡിയാക്കി തയ്യാറെടുക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, നമ്മളിതാ ഏറ്റവും ചെറിയ ജിഹാദിൽ നിന്നും ജിഹാദെ കബീർ, ജിഹാദെ അക്ബർ, ഏറ്റവും മഹോന്നതമായ ജിഹാദിലേക്ക് നാം പ്രവേശിക്കുകയാണ് എന്ന്. ചുരുക്കത്തിൽ ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം, ഇതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന വിസ്മരിക്കപ്പെട്ട ആ ഇസ്ലാമിക സത്യത്തെ വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം ആ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മറ്റൊന്ന് ഖുർആൻ പറയുന്നു, വജാഹിദുഹും ബി ജിഹാദൻ കബീറ, പരിശുദ്ധ ഖുർആൻ മുഖേന നിങ്ങൾ ഏറ്റവും വലുതായ ജിഹാദ് ചെയ്യുക. അപ്പോൾ ജിഹാദെ കബീർ എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രബോധനം, പരിശുദ്ധ ഖുർആന്റെയും പ്രവാചക തിരുമേനിയുടെയും ഇസ്ലാമിക സന്ദേശത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും ശാരീരികവുമായ കഠിന പരിശ്രമം, അതാണ് ജിഹാദെ കബീർ. പിന്നീട് ജിഹാദെ സഹീർ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ മതത്തിന്റെ പേരിൽ നമ്മുടെ വിശ്വാസത്തെ ആക്രമിക്കുന്ന, വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ നേർക്ക് വാളെടുത്ത ആ ജനതയോട്
അതും ഒരു ഭരണകൂടം സ്ഥാപിതമായ ശേഷം ഒരു ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രതിരോധ യുദ്ധം. ഇതാണ് ജിഹാദ് അസ്ഗർ. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിലെ ഒരു വള്ളിയോ പുള്ളിയോ അദ്ദേഹം ദുർബലപ്പെടുത്തിയിട്ടില്ല. ജിഹാദ് ഒരിക്കലും അദ്ദേഹം ദുർബലപ്പെടുത്തിയിട്ടില്ല. എന്താണ് ജിഹാദിന്റെ യാഥാർത്ഥ്യമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ബഗ്ദത്ത് മസീഹ് മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം തൻ്റെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് അന്തിമമായി അദ്ദേഹം ഒരു വലിയ താക്കീത് നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ദുർറെ സമീൻ, അതിൽ അദ്ദേഹം എഴുതിയ ഒരു കവിത ദുർറെ സമീൻ എന്ന കവിതാ സമാഹാരത്തിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ ഉപദേശം, അതായത് ജിഹാദിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്തുവാൻ വേണ്ടി ഞാൻ വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഉപദേശം കേട്ട ശേഷവും ഞാനിതാ എൻ്റെ ഉജ്ജത്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ യുദ്ധത്തിന് ഇത്തരത്തിലുള്ള തെറ്റായ ജിഹാദി സങ്കല്പം അനുസരിച്ചുള്ള യുദ്ധത്തിന് പോവുകയാണ് എങ്കിൽ അവിശ്വാസികളുടെ കരങ്ങളാൽ കഠിനതരമായ വേദനകൾ സഹിക്കേണ്ടി വരും. അദ്ദേഹം പറയുകയാണ്, ഇത് എൻ്റെ ഒരു മുഹ്ജിസ എന്ന നിലയിലുള്ള പ്രവചനമാണ്. തുടർന്ന് അദ്ദേഹം ചില വരികൾ കേൾക്കാൻ പറയുകയാണ്, പണ്ഡിതന്മാർ സംബോധന ചെയ്ത് പറയുകയാണ്, നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, മസീഹിന്റെ കാലഘട്ടമത്രേ. ഇനിയും അവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. വളരെ ചിന്തനീയമായ ഒരു താക്കീതാണ് പ്രിയ സഹോദരന്മാരെ. ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ, മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായ രാജ്യങ്ങളും പ്രതിവിപ്ലവം നയിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരായി തെറ്റായി ജിഹാദ് മനസ്സിലാക്കിക്കൊണ്ട് വിപ്ലവം നടത്തുന്നതിൻ്റെ ഫലമായി അതികഠിനമായ പീഡനങ്ങൾ ഈ ഭരണകൂടങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. മ്യാൻമറിൽ നമുക്കറിയാം, ആ റോഹിംഗ്യകൾ അവിടെ മർജിതർ തന്നെ ആയിരുന്നുവെങ്കിലും അവിടെയും ഒരു ആർമി ഇവർക്കെതിരായി, ഈ ബർമീസ് ഗവൺമെന്റിനെതിരായി സമരം ചെയ്യുന്ന ജിഹാദാണെന്ന് കരുതിക്കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ആർമി അവസാനം അവിടെ ഒരു പോലീസ് പിക്കറ്റ് ആക്രമിക്കുന്ന ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. അതിന്റെ ഫലമാണ് ഇന്നും റോഹിംഗ്യകൾ ഒന്നടങ്കം അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന തരത്തിലുള്ള വംശഹത്യ അരങ്ങേറിയത്. എത്രയോ രാജ്യങ്ങളിൽ ഈ ഒരു ജിഹാദിന്റെ തെറ്റായ ഉപയോഗം മുഖേന ദുരന്തങ്ങൾ അനുഭവിക്കുന്നു. മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, സിറിയ, സുഡാനിൽ പരസ്പരം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ രണ്ട് കൂട്ടരുടെയും ഭാഷയിൽ അവർ ചെയ്യുന്നത് ജിഹാദാണ്. ഇന്ന് അവിടെ ഭീകരമായ പട്ടിണി മരണം നടന്നുകൊണ്ടിരിക്കുന്നു. യമൻ, അങ്ങനെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിലെ പ്രിയ സഹോദരന്മാർ അഭയാർത്ഥികളായി പോവുകയും അനേക ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരണപ്പെടുകയും മുസ്ലിം രാജ്യങ്ങളിൽ മിക്കതും ഒരു ഭരണ സംവിധാനം പോലും ഇല്ലാത്ത അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയും അങ്ങനെ അത്യന്തം ദാരുണമായ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ പ്രിയ സഹോദരന്മാരെ ചിന്തിച്ചു നോക്കുക. ബഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം നബി തിരുമേനിയുടെ പ്രവചനം അനുസരിച്ച് വന്നുകൊണ്ട് ഈ തെറ്റായ ജിഹാദി സങ്കല്പത്തെ തിരുത്തുകയും ഈ ഒരു കാര്യം നിങ്ങൾ ഇനിയും ഗ്രഹിക്കാൻ തയ്യാറാവാതെ നിങ്ങളുടെ സ്വയംകൃതമായ ജിഹാദ് എന്ന ആ തെറ്റായ രൂപേണ നിങ്ങൾ പുറപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഭയാനകമായ വിപത്തുകൾ വരാനിരിക്കുന്നു. ശത്രുക്കളുടെ കൈകളാൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. മാത്രമല്ല മുസ്ലിം രാജ്യങ്ങൾ അടുത്ത കാലത്ത് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ തെറ്റായ നിലയിൽ മനസ്സിലാക്കിയ ജമാഅത്തെ ഇസ്ലാമി ആശയക്കാര് അറബ് രാജ്യത്ത് അറബ് വസന്തം എന്നെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയ ജിഹാദ് അത് ദാരുണമായ പതനത്തിലേക്ക് എത്തി രാജ്യങ്ങളുടെ നാശത്തിന് കാരണമായി. അപ്പോൾ സർവജ്ഞനായ അള്ളാഹു ലോകത്തിന് മനുഷ്യ സമൂഹത്തെ തന്നെ മാരകമായി ഗ്രസിച്ച ഈ ഒരു മഹാവിപത്ത് വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് ഈ കാലത്ത് വന്ന പ്രവാചകനുടെ ശിഷ്യപ്രവാചകൻ മുഖേന ഈ സങ്കല്പത്തെ തിരുത്തുകയും അതിശക്തമായ നിലയിൽ തന്നെ എന്താണ് യഥാർത്ഥ ജിഹാദ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും തെറ്റായ ജിഹാദിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ തൻ്റെ സകല കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാർഗദർശനം നൽകുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം ജിഹാദ് ദുർബലപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഈ ചോദ്യകർത്താവിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമാണ്. അദ്ദേഹം പുതിയ ശരീഅത്ത് കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന് വള്ളിയോ പുള്ളിയോ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല
എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇവിടെ ആവശ്യകതയില്ല എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. ഈ ഒരു വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു.